ജീവിതം ഒരു കരയിൽ നിന്നും മറുകരയിലേക്കുള്ള ഒരു യാത്രയാണത്രേ. തുടങ്ങുന്നത് ഒരു കരയിൽ, അവസാനിക്കുന്നത് മറുകരയിൽ. ബാക്കി മുഴുവൻ കടലിലാണ്, അനിശ്ചിതത്വത്തിൻ്റെയും ഉറപ്പില്ലായ്മയുടെയും കടലിൽ. കര വിട്ടുപിരിയാൻ മടിക്കരുത്. കരയുടെ അലസതയെ സ്നേഹിക്കരുത്. കരയുടെ ഭംഗിയിൽ അഭിരമിക്കരുത്. ഓളങ്ങളെയും ചുഴികളെയും ഭയക്കരുത്. യാത്ര വഴിമുട്ടും. ജീവിതവും അങ്ങനെ തന്നെയാണ്. കപ്പിത്താന്റെ ധൈര്യം വടക്കുനോക്കി യന്ത്രവും നങ്കൂരവും പിന്നെ ദീപസ്തംഭവുമാണ്. വടക്കുനോക്കി യന്ത്രം കാറ്റും ഓളവും കപ്പലിന്റെ ദിശ മാറ്റും. എന്നാൽ വടക്കുനോക്കി യന്ത്രം ദിശ മറക്കില്ല. മനുഷ്യനും അങ്ങനെയാകട്ടെ. ലോകത്തിന്റെ ഓളങ്ങൾക്കനുസരിച്ച് ദിശ തീരുമാനിക്കരുത്. നാശത്തിന്റെ കാറ്റുകൾ മൂലം ദിശ മറക്കരുത്. ദിശാബോധം യാത്ര എളുപ്പമാക്കും, ജീവിതവും. നങ്കൂരം കാറ്റടിച്ചാൽ കപ്പൽ കാറ്റിനനുസരിച്ച് ഉലഞ്ഞാൽ കല്ലിലിടിച്ച് തകരും. ഓളങ്ങളിൽപ്പെട്ടാൽ ശരിയും മറിയും. നങ്കൂരമിട്ടാൽ അനങ്ങില്ല, തകരില്ല. ഓളങ്ങൾക്കനുസരിച്ച് ബോധ്യങ്ങൾ ഉലയരുത്. കാറ്റിനനുസരിച്ച് മൂല്യങ്ങൾ മാറ്റരുത്. നങ്കൂരം പോലെ ഉറച്ച ബോധ്യങ്ങളുണ്ടാക്കാം. ദീപസ്തംഭം കണ്ണ് ഓളങ്ങളിൽ ഉടക്കരുത്. കരയിലെ ദീപസ്തംഭം കാണണം. അതൊരു പ്രതീക്ഷയാണ്. കരയടുക്കാറായി എന്നുള്ള പ്രതീക്ഷ. അത് ഉണരാൻ പ്രേരിപ്പിക്കും. അന്ധകാരം നോക്കിയല്ല, പ്രകാശം നോക്കി യാത്ര ചെയ്യണം. കരയിൽ എത്തിച്ചേർന്നവർ ഒരു വലിയ പ്രചോദനമാണ്. ഓർക്കുക, തിരിച്ചടികളുടെ ഓളങ്ങളും മോഹഭംഗങ്ങളുടെ കൊടുങ്കാറ്റും ചതിയുടെ ചുഴികളും ഇല്ലാതെ ജീവിക്കാനാവില്ല.